ഹായ്, എല്ലാവർക്കും കിച്ചൻ ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് KFC മോഡൽ VFC ആണ്. ഇപ്പോൾ KFCയുടെ ശരിക്കുള്ള കൂട്ടെന്താണെന്ന് ഇപ്പോൾ ആർക്കും അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാനിത് വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ള ചിക്കൻ പീസുകളാണ് എടുക്കുന്നത്. ഞാനിവിടെ തൊലിയില്ലാതെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തൊലിയോട്ട് കൊണ്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇഞ്ചി, വെളുത്തുള്ളി, നെയ്യ്, കുരുമുളക് പൊടി, ഉപ്പ്, ചിക്കൻ മസാല, നാരങ്ങാനീര്, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവയാണ് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഇതെല്ലാം നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് നാരങ്ങാനീര് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നാരങ്ങാനീരിന് പകരം വേണമെങ്കിൽ വിനാഗിരി വേണമെങ്കിലും ചേർത്താൽ മതി, അതിന് കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഒരു 4 നാരങ്ങയുടെ നീരാണ് ഒഴിച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഇഞ്ചി വെളുത്തുള്ളി അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരയ്ക്കണം. ചതച്ചെടുക്കുകയല്ല, നന്നായിട്ട് അരച്ചെടുക്കുക തന്നെ വേണം. അല്ലെങ്കിൽ നമ്മൾ വറുക്കുന്ന സമയത്ത് ഇതെല്ലാം എണ്ണയിലോട്ട് വീണ് പോയിട്ട് കരിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ബാക്കി പൊടികളെല്ലാം കൂടെ ചേർത്തിട്ട് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇപ്പോൾ ഇത്രയും എമൗണ്ട് എന്തിനാന്ന് വിചാരിക്കും. ഇപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് 10 കിലോ ചിക്കനാണ്. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഇത്രയും എമൗണ്ടിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ സാധാ KFCക്ക് ഇങ്ങനെയൊക്കെ ചേർക്കുമോ ചോദിച്ചു കഴിഞ്ഞാൽ ചേർക്കില്ല. അപ്പോൾ നമ്മളൊരു നാടൻ ടേസ്റ്റിന് വേണ്ടിയിട്ടും ചിക്കൻ കഴിക്കുമ്പോൾ നല്ലൊരു രുചിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചേർക്കുന്നതാണ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ഈ ചിക്കൻ ഫ്രൈക്ക് ഉണ്ടാവുക. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലായിടത്തും എത്തുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് കഴുകി വെച്ചിട്ടുള്ളതാണ്. വിനാഗിരിയിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് ഉളുമ്പ് ചൊവയൊന്നുമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക. എല്ലാത്തിടത്തും എത്തുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ കുറേ എമൗണ്ട് ഉള്ളത് കൊണ്ട് ഞാൻ കുറച്ച് ഇട്ടിട്ടാണ് ഇത് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വലിപ്പമെല്ലാം നിങ്ങൾക്ക് കുറച്ച് നിങ്ങളുടെ ആവശ്യാനുസരണം വലിപ്പം കൂട്ടുകയോ കുറച്ചോ എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ വീട്ടിലെല്ലാവരും നമ്മുടെ ആവശ്യത്തിന് കഴിക്കുന്നതുകൊണ്ട് ഞാനിവിടെ ഒത്തിരി വലിപ്പമുള്ള ചിക്കൻ പീസുകളല്ല എടുത്തിരിക്കുന്നത്. എന്നാലും അത്യാവശ്യം വലിപ്പം ഉണ്ട് താനും. പിന്നെ ഇത് 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കുക. അപ്പോൾ 3 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ചിക്കനാണിത്. കോട്ടിങ്ങിന് ആവശ്യമായിട്ട് മൈദയും കോൺഫ്ലവറും കൂടെ എടുത്തിട്ടുണ്ട്. അത് രണ്ടും കൂടെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യാം. ഇവിടെ ഞാനൊരു 2.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 കപ്പ് കോൺഫ്ലവറും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് ഞാൻ 8 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഓട്സ്, നെയ്യ് എന്നിവയാണ് കോട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആ മുട്ടയെല്ലാം ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് അടിച്ചെടുക്കണം. ബീറ്റർ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഹാൻഡ് വിസ്ക് കൊണ്ടോ ഇങ്ങനെ നന്നായിട്ട് അടിച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇത് അതുപോലെ തന്നെ നന്നായിട്ട് അടിച്ചെടുക്കുക. നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള കൂട്ടിട്ട് കൊടുക്കാം. കോൺഫ്ലവറും മൈദയും കൂടെ മിക്സ് ചെയ്ത കൂട്ടാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അത് കുറച്ചായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഡയറക്റ്റായിട്ട് ചേർത്ത് മിക്സ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഓരോ പീസ് ഇതിലേക്ക് മുക്കി, മുട്ടയിലേക്ക് മുക്കി, ഓട്സിലേക്ക് മുക്കി അങ്ങനെ വറുത്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് ഇത് വറുത്തെടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പീസ് വീതം മുട്ടയിൽ മുക്കിയിട്ട് ഓട്സിൽ മുക്കിയതിന് ശേഷം മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് വറുക്കാൻ ആവശ്യമായിട്ടുള്ളത് ആദ്യം റെഡിയാക്കി വെച്ചാൽ മതി. ആവശ്യാനുസരണം അങ്ങനെ റെഡിയാക്കിയാൽ മതി. അപ്പോൾ 4 പീസാണ് വറുക്കുന്നത്. അതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗ്യാസിൽ കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കറിൽ വെച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കുന്നത്. അതിലേക്ക് ഇതിനാവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചൂടാകുമ്പോഴത്തേനും നമുക്ക് ഓരോ ചിക്കൻ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
അപ്പോൾ കുക്കറിലേക്ക് കറക്റ്റ് പാകം 4 പീസാണ് കറക്റ്റായിട്ടുള്ളത്. ഇത് ഞാൻ മറിച്ചിടുന്നൊന്നുമില്ല. ഇത് നന്നായി അടപ്പ് കൊണ്ട് നന്നായിട്ട് മൂടി വെച്ചതിന് ശേഷം വിസിൽ വയ്ക്കുക. അപ്പോൾ ഇതിൽ ഒരു വിസിൽ വന്നതിന് ശേഷം ഞാനിത് 5 മിനിറ്റ് കുറച്ച് ചെറു തീയിൽ വെച്ചിട്ട് വേകാൻ വെക്കുന്നുണ്ട്. അതിനുശേഷം ഓഫ് ചെയ്തിട്ട് വിസിൽ എടുത്തതിന് ശേഷമാണ് ഓപ്പൺ ആക്കുന്നത്. അപ്പോഴേക്കും ഇത് കറക്റ്റ് വേവായിരിക്കും. കണ്ട, ഉള്ളൊന്നും അങ്ങോട്ടൊന്നും കരിഞ്ഞൊന്നും പോയിട്ടില്ല. നന്നായിട്ട് പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മളപ്പോൾ മറിച്ചിടേണ്ടെന്ന് ആവശ്യമൊന്നുമില്ല. ഇത് ഇട്ട ഉടനെ മൂടി വെച്ചാൽ മതി. അപ്പോൾ നമുക്കിതിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഞാൻ പല മെത്തേഡ് ട്രൈ ചെയ്തതിൽ ഇതാണ് ഏറ്റവും നന്നായിട്ട് വരുന്നത്. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴത്തേനും ഓട്സ് ഒന്നും കരിഞ്ഞും പോകാതെ എന്നാൽ ചിക്കൻ്റെ ഉള്ളെല്ലാം നന്നായിട്ട് വെന്തിട്ടും കിട്ടും. അപ്പോൾ നിങ്ങൾ ഇതുപോലെയല്ല ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്തായാലും നല്ല ടേസ്റ്റിൽ തന്നെ ചിക്കൻ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള പീസും കൂടെ വറുത്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ചിക്കൻ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് എപ്പോഴും ചിക്കൻ്റെ മുകളിൽ എണ്ണ നിൽക്കണം, അല്ലെങ്കിൽ ഇത് പെർഫെക്റ്റായിട്ട് വരത്തില്ല. അതുപോലെ എണ്ണ ഇതുപോലെ പൊങ്ങി വരികയാണെങ്കിൽ ഗ്യാസ് സിമ്മിലിട്ടിട്ട് ഇതുപോലെ ചെയ്താൽ മതി. വീണ്ടും ഇത് മൂടി വെച്ചതിന് ശേഷം വിസിൽ വെച്ചിട്ട് ഒരു വിസിൽ വന്നതിന് ശേഷം 5 മിനിറ്റ് ഒന്ന് കുറച്ച് ചെറു തീയിൽ വയ്ക്കുക. അതിനുശേഷം വിസിൽ അപ്പോഴേ കളയുക, എടുക്കുക. അപ്പോൾ ഇതും ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇത്തിരി എണ്ണ കുറഞ്ഞതുകൊണ്ടാണ് മുകളിൽ ഇത്തിരി കരിഞ്ഞതുപോലെ ഇരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം തയ്യാറാക്കി എടുക്കാം. ഇത് കുറേ നേരം ഫ്രിഡ്ജിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് മസാലയെല്ലാം ഉള്ളിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾ ഇതുപോലെ എൻ്റെ എന്തെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ മെയിൽ ഐഡിയിലേക്ക് ഫോട്ടോ അയച്ചു തരിക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പ്രത്യേകം പറയേണ്ടതില്ലല്ലോ അല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.